ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതുകൂടാതെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 3 എഗ്ഗ്, വാനില എസൻസ്, മൈദ മാവ്, കൊക്കോ പൗഡർ, ഷുഗർ, ഒരു നുള്ളുപ്പ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടത്. എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു കേക്ക് ടിന്നുണ്ട്, അപ്പോൾ ഞാൻ അതിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കേക്ക് ടിന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുക്കറിലാണ് ഉദ്ദേശിക്കുന്നത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിനകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതിയാകും. ഞാൻ മൈദാവ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പളവിലാണ് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം. അതിനായിട്ട് ഒരു കപ്പളവിൽ മൈദാമാവ് എടുക്കുക, ഒരരിപ്പയിലേക്ക് ഇടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരു നുള്ള് ഉപ്പ്. ഇത്രയാണ് നമുക്ക് അരിച്ചെടുക്കേണ്ടത് കേട്ടോ. 3 പ്രാവശ്യം നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ആദ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റിയിടുമ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കളഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ അരിച്ച് എടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അതിനകത്തുള്ള കല്ലും പൊടിയോ എന്തെങ്കിലുമൊക്കെ കട്ടകളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ 3 തവണ അരിച്ചെടുക്കുമെന്ന് പറയുന്നത്. നമ്മൾ ഈ പൊടികളെല്ലാം കൂടി അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ 3 മുട്ട പൊട്ടിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ബീറ്റർ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ബീറ്റർ ഉണ്ടെങ്കിലും മടി കാരണം ബീറ്റർ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പം മോന് ബീറ്റർ വെച്ച് തന്നെ ഈ സംഭവം ചെയ്യണം. അവനും അടുത്തുണ്ട് കേട്ടോ. അവനും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവനും ബീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് അവൻ്റെ മാറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അവന് കൊടുത്തു. അവനും കൂടിയാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ എഗ്ഗ് കുറച്ചൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര അളവ് എന്ന് പറയുന്നത് നമ്മളെടുത്ത മൈദാമാവിൻ്റെ ആ ഒരു കപ്പില്ലേ, ആ ഒരു കപ്പളവിൽ തന്നെ 3/4 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കുറേശ്ശെ ഇതിലേക്കിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ടേ. പിന്നെ ഇത് ബീറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ്, മിക്സിയുടെ ജാറിൽ ചെയ്താൽ ശരിയാകുമോ എന്നുള്ളത്. എനിക്ക് ആദ്യമൊന്നും ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ബീറ്റർ. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അത് നല്ല പൊന്തി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഹൈയിലിട്ട് ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ പൊങ്ങി വരത്തില്ല, താന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത് അധികമിട്ട് ഇതാക്കരുതെന്ന്. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ വീട്ടിലിട്ട് ഓണാക്കാതെ കറക്കുന്നതെന്നല്ലേ. എനിക്ക് അബദ്ധം പറ്റി. ആദ്യം ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി, ഈ മാവെല്ലാം കൂടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കിയപ്പോഴത്തേക്കും പൊടികളെല്ലാം കൂടെ തെറിക്കുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തത് കേട്ടോ. കാര്യങ്ങളിലും നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിന് ഓരോന്നും മാറ്റാം. കൊക്കോ പൗഡർ ആയിരുന്നാലും നമുക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പം കേക്ക് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ടിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. ഞാൻ ഈ ഒരു കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിക്കുവാണ്. അതിന് മുന്നേ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു വളയം വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ഹോളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു മണം വരുമല്ലോ, അപ്പോൾ വന്ന് നോക്കാം മണം. നിങ്ങൾക്ക് അത് മണം പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത്. അല്ലെങ്കിൽ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് 45 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ടൂപ്പിക്കോ എന്തെങ്കിലും വെച്ച് മിഡിലൊന്ന് കുത്തി നോക്കിയാൽ
കേക്കിൻ്റെ മിഡിലൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിച്ച് വരില്ല. വെന്തിട്ടില്ല എങ്കിൽ ആ ബാറ്റർ എല്ലാം കൂടി ആ ടോപ്പിക്കിലുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബേക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഫ്രീസറിലാണ് ഇത് സൂക്ഷിക്കുന്നത് കേട്ടോ. വിപ്പിംഗ് ക്രീം സൂക്ഷിക്കുന്ന ഫ്രീസറിലാണ്. ഇത് കേക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ഐസ് കട്ടയൊക്കെ മാറി ഒന്ന് ലിക്വിഡായി മാറിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ച് തന്നതുപോലെ ഈ ഒരു സംഭവം ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ മൈദമാവും ഇതൊക്കെ എടുത്ത് ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ അളന്നെടുക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ആദ്യം നമുക്കൊരു 30 സെക്കൻഡ് നേരം വരെയൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇതിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1-ലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2-ലോട്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് ടൈം ബീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 3-ൽ അങ്ങനെ 4-ൽ അങ്ങനെ ഏറ്റവും കൂടിയ സ്പീഡിൽ അങ്ങനെ എൻ്റെ 5 സ്പീഡാണുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ 5 സ്പീഡിലും ഇട്ട് ഞാനൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. നമ്മളിതെങ്ങനെ പെർഫെക്റ്റായി കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൗൾ നമ്മളൊന്ന് ചരിച്ച് നോക്കുന്ന സമയത്തോ ഒന്ന് കമിഴ്ത്തി പിടിക്കുന്ന സമയത്തോ നമുക്കറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ ആക്കുന്ന സമയത്ത് അത് വീഴുന്നുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് 45 മിനിറ്റിന് ശേഷം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് 3 പാർട്ടാക്കി നമുക്ക് മുറിച്ചെടുക്കണം. ഞാനിപ്പോൾ 3 പാർട്ടാക്കി മുറിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മുറിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു കേക്കിനെ 3ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധമായിരിക്കണം കേട്ടോ ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ടത്. എനിക്ക് വലിയ ബേക്കേഴ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് നന്നായിട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കുറ്റം പറയുന്നവരെ അവിടെ കിടന്ന് കുറ്റം പറയട്ടെ. ശരിയായില്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലെങ്കിലും നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എനിക്കുള്ള വിഷയം എന്താണെന്നറിയോ, ആദ്യമൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എനിക്ക് ചെയ്യണമെന്നുള്ളൊരു വാശിയാണ്. ആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വാശി ഉണ്ടാവില്ല. പിന്നെ ഞാൻ അതിലോട്ട് കടക്കുകയില്ല. അത് ചെയ്തൊന്ന് ശരിയായി കിട്ടിയാൽ പിന്നെ എനിക്കത് ചെയ്യണമെന്നില്ല. ശരിയായാലും അത് മോശമായാലും എനിക്ക് പിന്നെ അത് ചെയ്യണമെന്നില്ല കേട്ടോ. പിന്നെ അതൊന്ന് ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം? പിന്നെ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല ചിലപ്പോഴായിട്ട്. ചിലപ്പോൾ പണി പാളിപ്പോവും. പിന്നെ എന്താണ്, എനിക്ക് കൂടുതലും പാട് ഐസിങ് ചെയ്യാനാണ്. ഐസിങ് ചെയ്യാൻ എനിക്ക് അത്ര നല്ല ലെവലായിട്ട് ചിലപ്പോൾ കിട്ടും, ചിലപ്പം കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാലും ബർത്ത്ഡേക്കും കാര്യങ്ങൾക്കൊക്കെ മക്കൾക്കൊക്കെ ഞാൻ തന്നെയാണ് ബേക്ക് ചെയ്ത് കൊടുക്കാറ്. ഈ ഒരു ഷുഗർ സിറപ്പ് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടക്കക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ സ്ഥലത്ത് ഒന്ന് കുറവുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്, ഇത് ഓവറായിട്ട് കുതിർക്കരുത് കേട്ടോ. ഓവറായിട്ട് കുതിർത്താൽ നമുക്ക് അടിയിൽ കൂടി പിന്നെ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴുകി വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവൽ. ഓക്കെ, അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ 3 ഭാഗത്തായിട്ട് നമുക്ക് കേക്കിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തുടർന്നും എൻ്റെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും എനിക്ക് പരീക്ഷണങ്ങൾ നടത്താനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നേരത്തെ ഞാൻ വിപ്പ് ചെയ്തെടുത്ത ആ ഒരു വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് ബേക്കാവുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എടുത്തത്. എന്നിട്ടെടുത്ത് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു സൂത്രം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കണ്ടോ, ഇതാണ് എൻ്റെ ടേൺ ടേബിൾ കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരു ടേൺ ടേബിൾ?
എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം വീട്ടിൽ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കേക്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളൊന്നും മേടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഇത് ചെയ്യുന്നതാട്ടോ എനിക്ക് ഭയങ്കര പാടുള്ള കാര്യം. ഇതെൻ്റെ ശത്രുവാണെന്ന് തോന്നുന്നു. എത്ര ചെയ്താലും ചിലപ്പോൾ ശരിയാകില്ല, ചിലപ്പോൾ പെട്ടെന്ന് ശരിയാകും. അതെൻ്റെ മൈൻഡ് കണക്കിരിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് ഞാൻ ഐസിങ്ങൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.